തിരുവനന്തപുരത്ത് നിന്നും സുലേഖ ശശികുമാർ ചേരുന്നുണ്ട്. സുലേഖ, ഇടവിട്ടിടവിട്ട് ശക്തമായ മഴ പെയ്യുന്ന ഒരു അവസ്ഥയാണ് ഇപ്പോൾ തിരുവനന്തപുരം ജില്ലയിൽ തലസ്ഥാനത്തുള്ളത്. വിവിധ ഇടങ്ങളിൽ ഇപ്പോൾ ജാഗ്രതാ നിർദ്ദേശങ്ങൾ വന്നു കഴിഞ്ഞിരിക്കുന്നു. വർക്കല ക്ലിഫ് ഇടിഞ്ഞതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടുകൾ വരുന്നു. പൊന്മുടിയിലേക്കുള്ള യാത്രാ നിരോധനം അടക്കമുള്ള ഏറ്റവും പ്രധാനപ്പെട്ട സൂചനകൾ എന്തൊക്കെയാണ്? കാവ്യ, ഇതിൽ പറയേണ്ടുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ പുതിയ അലേർട്ടാണ്. ഇതുപ്രകാരം പുതിയ അലേർട്ട് പ്രകാരം 2 ജില്ലകളിൽ ഇപ്പോൾ റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. എറണാകുളം, കോട്ടയം ജില്ലകളിലാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഇപ്പോൾ റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത്. അതിനൊപ്പം തന്നെ 3 ജില്ലകളിൽ ഓറഞ്ച് അലേർട്ട് കൂടി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. പത്തനംതിട്ട, ആലപ്പുഴ ഒപ്പം ഇടുക്കി ജില്ലകളിലാണ് ഇന്നിപ്പോൾ ഓറഞ്ച് അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത്. അതിനൊപ്പം തന്നെ തിരുവനന്തപുരം, കൊല്ലം, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട് ജില്ലകളിൽ യെല്ലോ അലേർട്ട് കൂടി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. പുതുക്കിയ അലേർട്ടാണ്, കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ പുതുക്കിയ അലേർട്ടാണ്. 1 മണിയോടുകൂടി വന്നിട്ടുള്ള പുതുക്കിയ അലേർട്ടിലാണ് ഇത്തരത്തിൽ മുന്നറിയിപ്പുകൾ, മഴ മുന്നറിയിപ്പുകൾ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പുതുക്കി നൽകിയിട്ടുള്ളത്. 2 ജില്ലകളിൽ റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതായത് കനത്ത മഴ തുടരുന്ന എറണാകുളത്തും ഒപ്പം കോട്ടയം ജില്ലയിലുമാണ് ഇപ്പോൾ റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത്. അതിനൊപ്പം തന്നെ 3 ജില്ലകളിൽ ഓറഞ്ച് അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. പത്തനംതിട്ട, ആലപ്പുഴ ഒപ്പം ഇടുക്കി ജില്ലകളിലാണ് ഈ ഓറഞ്ച് അലേർട്ട്, അതിശക്തമായ മഴ മുന്നറിയിപ്പായ ഓറഞ്ച് അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത്. മറ്റ് തിരുവനന്തപുരം, കൊല്ലം ഒപ്പം പാലക്കാട്, തൃശൂർ, മലപ്പുറം, കോഴിക്കോട് ജില്ലകളിൽ മാറിയ മഴ മുന്നറിയിപ്പ് സംബന്ധിച്ച് ഒരിക്കൽ കൂടി പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നതിനായി കോട്ടയം, എറണാകുളം ജില്ലകളിലാണോ ഇപ്പോൾ റെഡ് അലർട്ട് ഉള്ളത്? നേരത്തെ 6 ജില്ലകളിൽ യെല്ലോ അലർട്ട് എന്നത് മാത്രമായിരുന്നു മുന്നറിയിപ്പ് നിലനിന്നിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ ഓറഞ്ച് അലർട്ട് അടക്കമുള്ള വിശദാംശങ്ങൾ പുറത്തു വരുന്നുണ്ട്. അലർട്ടുകൾ സംബന്ധിച്ച് ഒരിക്കൽ കൂടി. തീർച്ചയായും കാവ്യ, അതിതീവ്ര മഴ മുന്നറിയിപ്പാണ് നിലവിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് സംസ്ഥാനത്ത് നൽകിയിട്ടുള്ളത് എന്നുള്ളത് തന്നെയാണ്. എറണാകുളത്ത്, അതായത് കനത്ത മഴ തുടരുന്ന എറണാകുളത്തും ഒപ്പം കോട്ടയം ജില്ലയിലുമാണ് ഇപ്പോൾ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ പുതുക്കിയ അലർട്ട് പ്രകാരം റെഡ് അലർട്ട്, അതിതീവ്ര മഴ മുന്നറിയിപ്പായ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത്. അതിനൊപ്പം തന്നെ ഓറഞ്ച് അലർട്ട് 3 ജില്ലകളിൽ ഇന്ന് നിലനിൽക്കുന്നുണ്ട്, നിലവിൽ പ്രഖ്യാപിച്ചിട്ടുണ്ട്. പത്തനംതിട്ട, ആലപ്പുഴ ഒപ്പം ഇടുക്കി ജില്ലകളിലാണ് അതിശക്തമായ മഴ മുന്നറിയിപ്പായ ഓറഞ്ച് അലർട്ട് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് നൽകുന്നത്. ഒപ്പം തിരുവനന്തപുരത്തും കൊല്ലത്തും തൃശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട് ജില്ലകളിൽ ശക്തമായ മഴ മുന്നറിയിപ്പായ യെല്ലോ അലേർട്ട് തുടരുന്നുണ്ട്. നേരത്തെ കാവ്യ സൂചിപ്പിച്ചതുപോലെ തന്നെ നേരത്തെ രാവിലെയൊക്കെ തന്നെയും യെല്ലോ അലേർട്ട് മാത്രമായിരുന്നു തെക്ക് മധ്യ കേരളത്തിൽ യെല്ലോ അലേർട്ട് മാത്രമായിരുന്നു കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ സംസ്ഥാനത്ത് എല്ലാ ജില്ലകളിലും ഇത്തരത്തിൽ മഴ തുടരുന്നൊരു സാഹചര്യത്തിലാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ പുതുക്കിയ അലേർട്ട് വന്നിട്ടുള്ളത്. ഇതുപ്രകാരം വടക്കൻ കേരളത്തിലും മഴ ശക്തമാകുമെന്ന് തന്നെയാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് നൽകുന്ന മുന്നറിയിപ്പ് എന്ന് പറയുന്നത്. മലപ്പുറം, കോഴിക്കോട് അടക്കമുള്ള ജില്ലകളിൽ യെല്ലോ അലേർട്ട് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. എന്നിരുന്നാലും സംസ്ഥാനത്ത് കഴിഞ്ഞ ദിവസം ഉണ്ടായതുപോലെ തന്നെ അതിതീവ്ര മഴ സാധ്യതയാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് നൽകുന്നത് എന്നുള്ളത് തന്നെയാണ്. നേരത്തെ ഉമേഷ് സൂചിപ്പിച്ചതുപോലെ എറണാകുളത്ത് കനത്ത മഴ തുടരുന്നൊരു സാഹചര്യമാണ്. ഈ ഒരു സാഹചര്യത്തിലാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഈ ഒരു സാഹചര്യത്തിൽ കനത്ത ജാഗ്രത പാലിക്കണമെന്ന് തന്നെയാണ് വകുപ്പുകൾ നൽകുന്ന നിർദ്ദേശം. ദുരന്ത നിവാരണ അതോറിറ്റിയും ഒപ്പം കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് നൽകുന്ന നിർദ്ദേശം എന്ന് പറയുന്നത് ജാഗ്രത പാലിക്കണം എന്നുള്ളത് തന്നെയാണ്. ഇതിനൊപ്പം തന്നെ ശക്തമായ സുലേഖ